ട്രേഡിങ്ങിൽ വിജയിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് സപ്പോർട്ടും റെസിസ്റ്റൻസും. ഈ രണ്ട് ലെവലുകൾ ശരിയായി കണ്ടെത്താൻ പഠിച്ചാൽ എൻട്രി, എക്സിറ്റ്, സ്റ്റോപ്പ് ലോസ് എന്നിവ നമുക്ക് കൂടുതൽ കൃത്യമായി തീരുമാനിക്കാൻ പറ്റും. ഈ വീഡിയോയിൽ സപ്പോർട്ടും അതേപോലെ തന്നെ റെസിസ്റ്റൻസും എങ്ങനെ കണ്ടെത്താം എന്ന് നമുക്ക് നോക്കാം. സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസ് പലതവണ താഴേക്ക് വന്നിട്ടും വീണ്ടും മുകളിലേക്ക് പോകുന്ന ആ ഒരു ലെവലിനെയാണ് നമ്മൾ സപ്പോർട്ട് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ബയ്യേഴ്സ് ശക്തമായതിനാൽ പ്രൈസ് വീണ്ടും ഉയരാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ സപ്പോർട്ട് കണ്ടെത്തുന്ന വിധം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രൈസ് കണ്ടില്ലേ, താഴത്തോട്ട് വന്നിട്ട് ഏകദേശം ഒരു പോയിൻ്റ് എത്തുമ്പോൾ അവിടെ തട്ടി മുകളിലോട്ട് പോകുന്നുണ്ട്. ആ ഒരു പോയിൻ്റാണ് നമ്മൾ സപ്പോർട്ട് സോണായിട്ട് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ആ ഒരു പോയിന്റിൽ 2-3 വട്ടം തട്ടി പ്രൈസ് മുകളിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം അതൊരു സപ്പോർട്ട് സോണായിട്ട് പരിഗണിക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു പോയിന്റ് എത്തുമ്പോൾ പ്രൈസ് മുകളിലേക്ക് പോകുന്ന പോലെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പോയിന്റ് എത്തുമ്പോൾ പ്രൈസ് മുകളിലോട്ട് പോകുന്നുണ്ട്. അതുപോലെ തന്നെ സെയിം ഇവിടെയും അതേപോലെ തന്നെ ഏകദേശം ഇവിടെ എത്തിയിട്ട് ജസ്റ്റ് ഒന്ന് താഴത്തേക്ക് ഇറങ്ങിയിട്ട് വീണ്ടും പ്രൈസ് ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഈ എല്ലാ പോയിന്റുകളിലും കൂടി ചേർത്ത് വരയ്ക്കുന്ന ഒരു ലൈനാണ് നമുക്ക് സപ്പോർട്ട് സോൺ എന്ന് പറയുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്കിവിടെ പോയി കഴിഞ്ഞാൽ ഈ ഒരു പോയിൻ്റ് എല്ലാം കൂടെ ചേർത്ത് വെച്ച് നമ്മളൊരു ലൈൻ വരയ്ക്കുന്നു. ഇതാണ് നമ്മളുടെ സപ്പോർട്ട് സോണായിട്ട് കാണുന്നത്. ഞങ്ങളുടെ സപ്പോർട്ട് സോൺ, സപ്പോർട്ട് ഇത് നമ്മളുടെ സപ്പോർട്ട് സോൺ. അതേപോലെ തന്നെ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസ് പലതവണ മുകളിലോട്ട് പോയിട്ടും വീണ്ടും താഴേക്ക് തിരിയുന്നൊരു ലെവലുണ്ട്. ആ ഒരു പോയിൻ്റാണ് നമ്മൾ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കൂടുതൽ സെല്ലേഴ്സ് സജീവമായിരിക്കും. അതുകൊണ്ടാണ് പ്രൈസ് താഴേക്ക് തന്നെ ആ ഒരു പോയിന്റിൽ എത്തിക്കഴിഞ്ഞാൽ താഴേക്ക് തന്നെ പോകുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് പ്രൈസ് റിജക്റ്റ് ചെയ്ത ഒരു പോയിൻ്റ് നമുക്ക് ഏകദേശം ഇവിടെ നോക്കാം. ഞാൻ സെയിം ഇതേപോലെ തന്നെ ഒരു ഹൊറിസോണ്ടൽ ലൈൻ എടുത്തിട്ട് ഇവിടെ ചേർത്ത് വരയ്ക്കുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് ഇവിടെ ഒരു പോയിൻ്റ് കിട്ടുന്നുണ്ട്, അതുപോലെ തന്നെ ഇവിടെയും ഒരു പോയിൻ്റ് കിട്ടുന്നുണ്ട്, അതുപോലെ തന്നെ ഇവിടെ ഒരു പോയിൻ്റ് കിട്ടുന്നുണ്ട്, ഇവിടെ ഒരു പോയിൻ്റ് കിട്ടുന്നുണ്ട്, അതുപോലെ തന്നെ ഇവിടെ ഒരു പോയിൻ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ 2 അതിൽ അധികമോ ഏകദേശം 3-4 പോയിൻ്റ് നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരച്ച് കഴിഞ്ഞാൽ നമുക്കതൊരു സപ്പോർട്ട് ലൈനായിട്ട് റെസിസ്റ്റൻസ് ലൈനായിട്ട് കാണിക്കാൻ പറ്റും. ഇതാണല്ലേ പ്രൈസ് ഇവിടെ നിന്ന് തട്ടി മുകളിലോട്ട് വന്ന് ഈ ഒരു പോയിന്റിലെത്തിയപ്പോൾ അവിടെ നിന്ന് പ്രൈസ് വീണ്ടും താഴത്തോട്ട് ഇറങ്ങി. അപ്പോൾ നമുക്ക് ഒന്നല്ലെങ്കിൽ ഇവിടെ നിന്ന് ബൈ എടുത്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഈ ഒരു പോയിന്റിലെത്തിക്കഴിഞ്ഞാൽ നമുക്ക് അത് സെല്ല് ചെയ്യാം. അതേപോലെ തന്നെ പ്രൈസ് വീണ്ടും മുകളിലോട്ട് പോയിട്ട് ആ ഒരു പോയിന്റ് എത്തുമ്പോൾ വീണ്ടും താഴത്തോട്ട് വരുന്നുണ്ട്. സെയിം അതേപോലെ തന്നെ 2-3 വട്ടം വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വരുന്ന ഈ പോയിന്റുകളെല്ലാം ചേർത്ത് വരയ്ക്കുന്ന ഒരു ലൈനാണ് നമുക്ക് റെസിസ്റ്റൻസ് ലൈനായിട്ട് ആക്ട് ചെയ്യുന്നത്. ഇത് നമുക്ക് റെസിസ്റ്റൻസ് എന്നും ഇവിടെ നമുക്ക് രേഖപ്പെടുത്താം. റെസിസ്റ്റൻസ് ഇത് ഇതൊരു 5 മിനിറ്റ് ടൈം ഫ്രെയിമിലോട്ട് മാറ്റുകയാണ്. നമ്മൾ എൻട്രി എടുക്കുമ്പോൾ നമ്മളൊരു 5 മിനിറ്റ് ടൈം ഫ്രെയിമാണ് ഇൻട്രാഡേയിൽ കൂടുതൽ അനുയോജ്യം. അപ്പോൾ നമ്മൾ ഈ 15 മിനിറ്റിൻ്റെ ചാർട്ടിൽ വരച്ച് ആ ഒരു പോയിൻ്റിൽ നിന്ന് കണ്ടല്ലേ ഏകദേശം ഈ ഒരു ലൈനിൽ നമ്മൾ കുറേ വട്ടം കടന്ന് കളിക്കുന്നുണ്ട്. എന്നതിന് ശേഷമാണ് പ്രൈസ് മുകളിലോട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നൊരു എൻട്രി എടുത്തു കഴിഞ്ഞാൽ അടുത്തൊരു റെസിസ്റ്റൻസ് ലെവൽ ഇതുവരെ നമുക്ക് അത് കീപ്പ് ചെയ്ത് ഈ ഒരു പോയിന്റിലെത്തുമ്പോൾ നമുക്കത് സെല്ല് ചെയ്യാം. അതായത് ഇവിടെ നിന്ന് ബൈ ചെയ്ത് സപ്പോർട്ട് സോണിൽ നിന്ന് ബൈ ചെയ്ത് ഈ ഒരു റെസിസ്റ്റൻസ് പോയിന്റിലെത്തുമ്പോൾ നമുക്കത് സെല്ല് ചെയ്യാം. നമുക്കൊരു ട്രേഡ് കൺഫർമേഷൻ എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ സപ്പോർട്ട് സോണും റെസിസ്റ്റൻസ് സോണും നമ്മൾ വരച്ചു. ഇനി ട്രേഡ് എടുക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ
സപ്പോർട്ട് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ ഉടനെ എൻട്രി എടുക്കരുത്. ക്യാൻഡിൽ ക്ലോസ് കൺഫർമേഷൻ കാത്തിരിക്കുക, അതിന് ശേഷം മാത്രം എൻട്രി എടുക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ബ്രേക്ക് ഔട്ടിന് വോളിയം കൂടിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക. റീടെസ്റ്റ് കഴിഞ്ഞ് എൻട്രി എടുക്കുന്നത് കൂടുതൽ സുരക്ഷിതമാണ്. അതായത് റീടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ, ഈ ഒരു പോയിന്റിൽ ഇത് കണ്ടില്ലേ, ഇവിടെ വന്നിട്ട് ഈ ഒരു പോയിന്റിൽ നിന്ന് മുകളിലോട്ട് പോയി വീണ്ടും അവിടെ തന്നെ വന്നിട്ട് റീടെസ്റ്റ് എടുത്തു, എന്നിട്ടാണ് പിന്നെ മുകളിലോട്ട് പോകുന്നത്. ഈ ഒരു കൺഫർമേഷൻ വെച്ചിട്ടും നമുക്ക് ധൈര്യമായിട്ട് ട്രേഡ് എടുക്കാം. അതേപോലെ ബിഗിനേഴ്സ് ചെയ്യുന്ന തെറ്റുകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ചെറിയ ഹൈയും ലോവും സപ്പോർട്ട് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ആയി വരയ്ക്കും. കൺഫർമേഷൻ ഇല്ലാതെ ട്രേഡ് എടുക്കും. സ്റ്റോപ്പ് ലോസ് വയ്ക്കില്ല. ചെറിയ ടൈം ഫ്രെയിം മാത്രം നോക്കുക. ഇതൊക്കെയാണ് ബിഗിനേഴ്സ് ചെയ്യുന്ന തെറ്റുകൾ. സോ ആദ്യം ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ പേപ്പർ ട്രേഡിങ്ങോ അല്ലെങ്കിൽ ഒരു ഡെമോ ട്രേഡിങ് ചെയ്തതിന് ശേഷം മാത്രം റിയൽ മണി ഇട്ടിട്ട് ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. അഭിപ്രായങ്ങൾ എല്ലാം കമൻറ്റിൽ രേഖപ്പെടുത്തുക.